ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ കൂടെ പ്രസ് ചെയ്യണേ. ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നോക്കാം. ഒരു ഈവനിങ് സ്നാക്കാണ്. ചിക്കനൊക്കെ കൊണ്ടൊരു അടിപൊളി 4 മണിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ചീനിച്ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1.5 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ലേശം പട്ട ഗ്രാമ്പൂ ഏലക്ക ലേശം ഇട്ട് കൊടുക്കാം. ഒരു സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒരു അര ടേബിൾ സ്പൂണ്. ഇഞ്ചി വെളുത്തുള്ളി ലേശം ഇതായിട്ടുണ്ട്, പാകമായി. അപ്പം ഞാൻ അതിലോട്ട് ഒരു 2 ചെറിയ പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഒരു തക്കാളിൻ്റെ ഉള്ളിലത്തെ പഴുപ്പൊക്കെ എടുത്ത് മാറ്റിയിട്ടുള്ള ഒരു തക്കാളി ഇട്ട് കൊടുക്കാം. അതിലോട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ലേശം ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഭയങ്കര എരിവുള്ളതാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് വളരെ കുറച്ചെടുക്കുന്നത്. പിന്നെ പച്ചമുളകും കുരുമുളക് പൊടിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മതിയാവും. ഞാൻ ഇതിലോട്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ബോൺലെസ് ചിക്കൻ മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് വേവിച്ചിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ്. ഇതിലിട്ട് കൊടുക്കാം. നമുക്ക് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. മിക്സ് ചെയ്യണം ഒന്നും കൂടി എല്ലാം കൂടെ. ഇതിലോട്ട് ലേശം മല്ലിയില ഇട്ട് കൊടുക്കാം. ഒരു കൊത്ത് കറിവേപ്പില ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഒരു കപ്പ് 250 ml 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1 കപ്പും കൂടെ മൈദ. 2 കപ്പ് റവ മൈദയ്ക്ക് 1/2 കപ്പ് റവ, വറുക്കാത്ത റവയാണ് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. 1 സ്പൂണും കൂടെ, അങ്ങനെ 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്ത് ഇനി ഇതെല്ലാം കൂടി ചേർന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലോട്ട് പാകത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. വലിയൊരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതാണ്, അതൊന്ന് ഉടച്ചെടുക്കാം. നന്നായി ആറിയിട്ടുണ്ട്, ഇങ്ങനെ ഉടച്ചെടുക്കാം. അതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് വേണമെങ്കിൽ ഉടച്ചെടുക്കാം. കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. പക്ഷെ അത് പെട്ടെന്ന് ആവണമെങ്കിൽ കൈ കൊണ്ട് കുഴച്ചാൽ പെട്ടെന്നാവും. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ലേശം ഇതിന് മാത്രമുള്ളത് ഇട്ടിട്ടുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഉരുളക്കിഴങ്ങ് ഉടച്ചതിട്ട് കൊടുക്കാം. ഇപ്പം തന്നെ ഇട്ട് കൊടുക്കാൻ നല്ലത്. ചിലപ്പോൾ പിന്നെ വെള്ളം ഒഴിച്ച് കുഴച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ വെള്ളത്തിൻ്റെ നനവ് അറിയാൻ പറ്റില്ല. പിന്നെ ഒരു ചെറിയൊരു സവാള നന്നായിട്ട് ഭയങ്കര ഇതായിട്ട് കട്ട് ചെയ്തത്, ചെറുതായിട്ട് കുഴയ്ക്കാനുള്ള കാരണം കൊണ്ട്. ഇത്തിരി മല്ലിയില കേട്ടോ. ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് കുഴച്ചെടുത്ത് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം.
അല്ലെങ്കിൽ നേരത്തെ കുഴച്ച് കഴിഞ്ഞിട്ടാണ് ഈ ഉരുളക്കിഴങ്ങ് വേവിച്ച് ചേർക്കണമെങ്കിൽ ചിലപ്പോൾ വെള്ളം കൂടി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് വെള്ളം ചേർക്കണത് കേട്ടോ. ഇതിലൂടെ നമുക്ക് ചുടുവെള്ളം ഒഴിച്ചെടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട്. ഞാൻ 1/2 കപ്പ് ചുടുവെള്ളം ഒഴിച്ചു. ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ ഇത് കുഴച്ചിട്ട് ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. റവയൊക്കെ ഉണ്ടല്ലോ, ഒന്ന് കുതിരണം. മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു കടായി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാവട്ടെ. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിന് കുറച്ച് മാവെടുക്കുക. ഇതിങ്ങനെ വെറുതെ വറുത്ത് കോരി കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ചിക്കൻ്റെ ആ കൂട്ടുകൂടെ ഇതിൽ ചേർത്തുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലാവുന്നുണ്ട് കേട്ടോ. ക്രിസ്പി ആയിട്ട് വരുന്നുണ്ട്. ഇത് ഇങ്ങനെ കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. ഇങ്ങനെ ഉരുളയാക്കിയിട്ട് ലേശം മൈദ തൂക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ആക്കിയിട്ട് പരത്തിയെടുക്കുക തന്നെ. ഈ ഒരു വലിപ്പത്തിൽ പരത്തിയിട്ടുണ്ട്. പൂരിയുടെ ഒരു വലിപ്പം. അതിലോട്ട് കറക്റ്റ് ഒരു സ്പൂൺ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ എങ്ങനെ മടക്കുക. അതേപോലെ ഇവിടുന്ന് ഇങ്ങനെയും മടക്കുക. ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ മടക്കുക കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അവരവർ ഇഷ്ടത്തിന് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ. റൗണ്ട് ആക്കിയിട്ട് വെറുതെ ഇങ്ങനെ മടക്കിയിട്ട് ഒരൊറ്റ അതിന് അങ്ങനെയും പറ്റുന്നതാണ്. അവരവർ ഇഷ്ടത്തിന് ഷേപ്പിലാക്കാം കേട്ടോ. ഇങ്ങനെ വെച്ചെടുക്കാം. ഇവിടെ എല്ലാവിടെയും ഇതേപോലെ ഒട്ടിക്കൊടുക്കണേ. ഒരു പെട്ടിയുടെ ഷേപ്പിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഒരെണ്ണം റൗണ്ടായി പരത്തി അതിലോട്ട് ഒരു സ്പൂൺ ഫില്ലിങ് വെച്ച് കൊടുത്തു. പിന്നെ അഥവാ ഒട്ടുന്നില്ല എന്ന് വെച്ച് പറഞ്ഞാൽ ലേശം വെള്ളമില്ല ഇങ്ങനെ ഇതാക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായി ഒട്ടുന്നുണ്ട്. ഇനി എണ്ണ അതിൻ്റെ ഉള്ളിൽ കയറിയത് പൊട്ടിപ്പോകേണ്ട അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഇതിന് മേലെ ഇങ്ങനെ വെള്ളം തൊട്ട് കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് ഒട്ടുന്നുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്കിത് വറുത്ത് കോരാം. തീയൊന്ന് ഇത്തിരി കുറച്ച് വെച്ചിട്ട് വേണം വേവിക്കാൻ. ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടണ്ടേ. അതുകൊണ്ട് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണേ. ഇതോട്ടോ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ആ മടക്കൊന്നും വിടണില്ല. അങ്ങനെ വെള്ളം തൊട്ടിട്ട് ഇത് ചെയ്താൽ മതി. ഒട്ടിയാൽ പിന്നെ അത് വിടില്ല കേട്ടോ. എണ്ണയിലൊന്നും വിടുന്നില്ല. അങ്ങനെ എല്ലാം വറുത്ത് കോരി കഴിഞ്ഞ് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. ആ മാവ് മാത്രം അങ്ങനെ റൗണ്ടിൽ പരത്തുക. ഇതങ്ങനെ എണ്ണയിലിട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിക്കാനും ഇതിന് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.